നമ്മുടെ മലപ്പുറത്തെ പ്രസ് ക്ലബിന്റെ തുടക്കം കുറിച്ച വ്യക്തികളിൽ ഒരാളാണ് പാറുളി കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലപ്പുറം പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഈ മാധ്യമ പുരസ്കാര സമർപ്പണം കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. എല്ലാ വർഷവും ഇതുപോലെ മാധ്യമ പുരസ്കാരത്തിന് വേണ്ടി അതിന്റെ അവാർഡിന് അർഹമായ സംഖ്യകൾ കോഡൂർ സഹകരണ സർവീസ് ബാങ്ക് ചെയ്യും. അത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മള് 2023 വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിനാണ് എൻട്രി ക്ഷണിച്ചത്. നല്ല പ്രതികരണമായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് നമുക്ക് 14 എൻട്രികൾ ലഭിച്ചിട്ടുണ്ട്. അതില് മിക്ക എൻട്രികളും മികച്ച എൻട്രികളാണ് എന്നാണ് നമ്മുടെ ഇത് പരിശോധിച്ചത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളായിരുന്നു. ഒന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ചന്ദ്രിക ചീഫ് എഡിറ്റർ ആയിരുന്ന CP സെയ്തലവി. ഇതിൽ ഈ 14 എൻട്രികളിൽ ചിലത് മാത്രം അപൂർവമായിരുന്നു എന്ന് നമുക്ക് ചില അനുബന്ധമായ ചില രേഖകളുടെ ഒക്കെ അഭാവം ഉണ്ടായിരുന്നു. 1-2 എൻട്രിക്ക്. അതിലുപരി എല്ലാം മികച്ച എൻട്രികളായിരുന്നു. ഇപ്പോൾ ഈ അവാർഡ് നമുക്ക് അതിൽ നിന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിനാണ് നമുക്ക് ഇതിൽ 2ാമതും 3ാമതും ഒക്കെ പോയത്. അവാർഡിന് അർഹമായിരിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച 2023 ഫെബ്രുവരി 22 മുതൽ 26 വരെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ രക്ഷദ്വീപിന് എന്ന പരമ്പരയ്ക്കാണ്. അത് എഴുതിയ ലേഖിക നീലിന അത്തോളിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.